അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്നത്തേതൊരു കേക്ക് റെസിപ്പിയാണ്. ഒരുപാട് ആൾക്കാർക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒന്നായിരിക്കും കേക്ക് എന്ന് പറയുന്നത്. അപ്പം സിമ്പിളായിട്ട് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. പിന്നെ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത്. പക്ഷേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് 3 മുട്ടക്കാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാനിപ്പം 3 മുട്ട ഉടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുത്ത് വെക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 240 ml അളവിൽ ആ ഒരു സെറ്റിലുള്ള 1/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പം നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുമ്പം എല്ലാത്തിലും ഈവൻലി അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ബേക്കിംഗ് പൗഡർ ഓരോ ഭാഗത്തേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നന്നായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ അങ്ങ് പൊങ്ങി വരില്ല. പിന്നെ കൊക്കോ പൗഡർ കൂടെ ആഡ് ചെയ്യുമ്പം നമ്മുടെ കേക്കിന് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ളൊരു കളറ് കിട്ടും. അങ്ങനെ ഞാനിപ്പം അരിച്ചെടുത്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുട്ട അടിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം 3 മുട്ടക്കുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. മുട്ട വെള്ളയും മഞ്ഞയും ഒരുമിച്ച് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. നന്നായി ബീറ്റ് ചെയ്തിട്ട് ഈ മുട്ടൻ്റെ കളറൊക്കെ ലൈറ്റായിട്ട് വരും, നന്നായിട്ട് പതഞ്ഞ് വരും. ആ സമയം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടൊന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാനിപ്പം 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായി പതപ്പിച്ചെടുക്കണം. അപ്പം മുട്ട ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂണോളം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുമ്പം റെഡ് അത്ര നല്ലൊരു റെഡായിട്ട് കാണുന്നില്ല. ഒരു ലൈറ്റായിട്ടുള്ള ഷെയ്ഡേ കിട്ടുന്നുള്ളൂ. നല്ല റെഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങണം. അതാകുമ്പം നല്ല കളറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അടുത്ത് അത്യാവശ്യം കളറേ വന്നിട്ടുള്ളൂ. അങ്ങനെ ഇപ്പം കളറ് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പൊടി ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഹൈ സ്പീഡിൽ അങ്ങ് ബീറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് പൊടിയിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ മിൽക്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പാലെടുത്തിട്ട് ഒരു 1/4 കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്ത് മിക്സാക്കി മാറ്റി വെച്ചാൽ മതി. കുറച്ച് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ റെഡി ആകുമ്പോഴേക്കും ബട്ടർ മിൽക്കും റെഡിയാവും. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ മൈദ ചേർത്തത് കൊണ്ട് തന്നെ ഇനി ഹൈ സ്പീഡിലിട്ട് അങ്ങനെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കരുത്. ലോ സ്പീഡിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ആവുന്ന കണക്കിനൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കേക്കിൻ്റെ ബാറ്റർ പൊങ്ങി വന്നതൊക്കെ അങ്ങ് അടങ്ങിപ്പോവും. ഈ ഒരു ബാറ്ററിൽ ഇപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡൊക്കെ നന്നായിട്ട് ഒന്നങ്ങ് വടിച്ചെടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ആക്കിയെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാം. അതെല്ലാം ഞാനിപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ നന്നായി പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബാറ്ററും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പം ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. 25 മുതൽ 30 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കേക്കൊക്കെ ബേക്കായി വന്നിട്ട് ഞാനിപ്പം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രമേ ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാവൂ. അപ്പം ചൂടാറാനായിട്ട് അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കേക്ക് ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ചൂടൊക്കെ ആറി നല്ല തണുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോയിസ്റ്റ് കേക്കാണിത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനാ ഒരു റൗണ്ട് ഷേപ്പിൽ നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ആ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ കട്ട് ചെയ്ത പാർട്ട് കളയണ്ട. അത് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേക്കിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അപ്പോൾ കേക്ക് ഞാനിപ്പം രണ്ടായിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പം 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതിപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇത് ഇനി ഒരു കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെക്കാം. അപ്പോഴേക്കും നമുക്ക് കേക്ക് ഒന്ന് ഷുഗർ സിറപ്പ് ഒന്നങ്ങ് പുരട്ടി കൊടുക്കണം, ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒന്നുമില്ല, ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് കുറച്ച് വെള്ളത്തിൽ ഷുഗർ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി അലിയിച്ചെടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഈ ഒരു കേക്കിൻ്റെ മുകളിൽ നന്നായിട്ടൊന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടും, നല്ലൊരു മോയിസ്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഞാനിപ്പം കേക്ക് ഒരു ലെയർ അങ്ങനെ ക്രീമൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തേക്കും ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ആ ഒരു കേക്ക് ഇതിൻ്റെ മുകളിൽ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ കേക്ക് ഒന്ന് ലെവലായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചിട്ടാണ് കേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. പോരാത്തടത്തൊക്കെ ആ ഒരു വിപ്പിംഗ് ക്രീം ഒന്നങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു കേക്കിൻ്റെ മുകളിലും നേരത്തെ പോലെ തന്നെ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ മുകളിൽ ഞാനിപ്പം ക്രീമൊക്കെ പുരട്ടിയിട്ടുണ്ട്, സൈഡിലും മുകളിലും ഒക്കെ ആയിട്ട് ക്രീം പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്നങ്ങ് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പം നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ക്രീമൊക്കെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കേക്ക് ക്രംസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു റെഡ് കളറിലുള്ള കേക്ക് ഞാൻ കുറച്ച് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കേക്കിൽ ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കപ്പ് സോസറിൻ്റെ ആ ഒരു സോസർ പോലെയുള്ളത് റൗണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, ആ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ചുറ്റിലും കേക്കിൻ്റെ ചുറ്റിലും മുകൾ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ആ കേക്കിൻ്റെ ക്രംസ് എല്ലാ ഭാഗത്തേക്കും പിടിപ്പിച്ചു കൊടുക്കാം. സോസർ തന്നെ വേണമെന്നില്ല, ചെറിയൊരു ബട്ടർ പേപ്പർ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കാം. ഇനി ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ആ ഒരു പൈപ്പിംഗ് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഈ കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് റോസെറ്റ്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്തും ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഇതൊരു പെർഫെക്റ്റ് റെഡ് വെൽവെറ്റ് കേക്കാണെന്ന് ഞാൻ പറയില്ല, കാരണം റെഡ് വെൽവെറ്റ് കേക്കിന് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ബട്ടറും പഞ്ചസാരയൊക്കെ ബീറ്റ് ചെയ്ത് ഒരു ക്രീമാക്കി എടുത്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാനിതിൽ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യാൻ എൻ്റെ അടുത്ത് ആദ്യം വിട്ടുപോയതാണ്, പിന്നെയാണ് ഓർമ്മ വന്നത്. എന്തായാലും നല്ല ടേസ്റ്റിയാണ്. ആ ക്രീമിൻ്റെ ടേസ്റ്റും പിന്നെ കേക്കിൻ്റെ ആ ഒരു മോയിസ്റ്റും സോഫ്റ്റും ഒക്കെ ആയപ്പം എല്ലാം നല്ല ടേസ്റ്റായി. പിന്നെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ നോക്കിയിട്ടല്ല വലിയതിലേക്ക് പോവുക. അപ്പം ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒന്നാണ് കേക്ക്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. പിന്നെ ആ ഒരു റെഡ് കളർ ശരിക്കും കിട്ടാത്തത് എൻ്റെ ആ ഒരു ഫുഡ് കളറിന് കറക്റ്റായിട്ടുള്ള ആ ഒരു നല്ലൊരു റെഡ് കളർ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുതിയ റെസിപ്പിയുമായി നമുക്കിനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ്, ടേക്ക് കെയർ ആൻഡ് ബൈ, ടാറ്റാ. Thank you.